1 ലിറ്ററും 1.5 ലിറ്ററും എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സീറ്റ് കണ്ടാൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണെന്ന് തോന്നും, പക്ഷേ ഇതിൽ വെന്റിലേറ്റർ അല്ല, വേറൊരു ഫീച്ചറാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് മോഡൽ മുതലേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, അതിൽ പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്ക് ബേസ് മോഡൽ മുതലേ വരുന്ന ഫീച്ചേഴ്സാണ് ശരിക്കും ഒരു ജർമ്മൻ ബ്രാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ജർമ്മൻ ഓട്ടോമാറ്റിക് മാനുഫാക്ചേഴ്സായ സ്കോഡയുടെ ലേറ്റസ്റ്റ് മോഡൽ ഫേസ് ലിഫ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത്, സ്കോഡ കുഷാക്ക്. സോ സ്കോഡ കുഷാക്കിൻ്റെ ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റഡ് മോഡലാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേസ് ലിഫ്റ്റിൽ എന്തൊക്കെ ചേഞ്ചുകൾ വന്നു ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഫീച്ചേഴ്സ് എന്തൊക്കെ പുതിയത് വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെയാണ് എൻജിൻ സ്പെസിഫിക്കേഷൻ മാറിയിട്ടുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഫൈനലി ഇതാണ് സ്കോഡ കുഷാക്ക്, ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിനാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ ഈ ഒരു കുഷാക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു SUV-കളിൽ ഒന്നാണ് സ്കോഡ കുഷാക്ക്. അതിൻ്റെ ഒരു മെയിൻ റീസണാണ് ആ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും. ഒരു സ്കോഡ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജർമ്മൻ ബ്രാൻഡാണ്. സോ ആ ഒരു ജർമ്മൻ ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി. കൂടുതലും സേഫ്റ്റിപരമായ ഫീച്ചേഴ്സാണ് ശരിക്കും ഒരു ജർമ്മൻ ബ്രാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു മോഡലും കൂടിയാണ് സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. സോ ഒരു ഫേസ് ലിഫ്റ്റിലെ മെയിൻ ചേഞ്ച് വന്നത് ഇതിൻ്റെ ഗിയർ ബോക്സിലാണ്. സോ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്തിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ സ്ട്രൈറ്റ് വേ കുഷാക്കിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ എന്നത്. ഫേസ് ലിഫ്റ്റിൻ്റെ മെയിൻ അപ്ഡേറ്റഡ് ചേഞ്ചിൽ വന്നുകൊണ്ട് ഇതൊരു ഗ്രിൽ യൂണിറ്റ്, പുതിയൊരു ഗ്രിൽ യൂണിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഒരു ഡുവൽ ടോൺ കളറിലാണ്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു ക്രോം പ്ലേറ്റിംഗ് കൂടെ ഒരു ഗ്രിൽ യൂണിറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DRL യൂണിറ്റ്, കണക്റ്റഡ് DRL യൂണിറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. ആ ഒരു ലൈന് നേരെ ഹെഡ്ലൈറ്റിലും കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു DRL പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് നേരെ ഹെഡ്ലൈറ്റ് ഒരു പ്രൊജക്റ്റ് LED ലാംപ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ഡുവൽ ടൺ ബമ്പേഴ്സാണ് താഴെ കൊടുത്തുള്ളത്. ഒരു മാറ്റ് ബ്ലാക്കും ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷും ചേർന്നിട്ടുള്ളൊരു ഫ്രണ്ട് ബമ്പേഴ്സാണ് ഈ ഒരു പുതിയ കുഷാക്കിന് വന്നുള്ളത്. അതുപോലെ സ്കോഡ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ലോഗോ. അതുപോലെ ഹുഡിലും ധാരാളം ക്യാരറ്റ് ലൈൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് കുഷാക്കിൻ്റെ ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ സ്ട്രൈറ്റ് വേ നേരെ സൈഡ് പ്രൊഫൈലോട്ട് പോവുകയാണെങ്കിൽ സോ ഇതാണ് ഓവറോൾ സ്കോഡ കുഷാക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സോ നേരെ വീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 17 ഇഞ്ച് വീൽസാണ് കൊടുത്തുള്ളത്. ബേസ് മോഡൽ മുതൽ നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നതാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്ത് 5 സ്പോക്ക് അലോയ് വീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡുവൽ ടോൺ അലോയ് വീൽസ് കാണാനായിട്ട് സാധിക്കും. സോ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. സ്കോഡാനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ, അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. നേരെ താഴെ ഒരു മാറ്റ് ബ്ലാക്കിലാണ് ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ധാരാളം ക്യാരറ്റ് ലൈൻസും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ബൾക്കി ഒരു SUV തോന്നിയ രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഇത് ഫങ്ഷണൽ റൂഫ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വലിച്ചാലും ഒരു കുഴപ്പമൊന്നും പറ്റില്ല ആ ഒരു റൂഫ് റെയിന്. സോ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ യൂണിറ്റ് കാണാൻ സാധിക്കും. ഹൈബോൺ സ്റ്റോപ്പ് ലാമ്പ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. റിയറിലെ മെയിൻ ചേഞ്ചാണ് ഈ ഒരു ടെയിലാമ്പ് യൂണിറ്റ്, ഒരു കണക്റ്റഡ് ടെയിലാമ്പ് യൂണിറ്റ് എന്ത് കൊടുത്തിട്ടുള്ളത്. സ്കോഡ എന്നുള്ള വലിയൊരു ബാഡ്ജിങ്ങും ലൈറ്റിംഗ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. സോ അത്രയും അട്രാക്റ്റീവ് ആണ് ഒരു നൈറ്റ് വിഷ്വൽ കാണുന്ന സമയത്ത്. സോ നമുക്കൊരു കുഷാക്കുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം പ്ലേറ്റിങ്ങും കാണാനായിട്ട് സാധിക്കും. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ യൂണിറ്റും അതുപോലെ ഡിഫോക്കൽ ലൈൻസ് കാണാൻ സാധിക്കും. ബേസ് മോഡൽ മുതൽ ഡിഫോക്കൽ ലൈൻസ് വരുന്നുണ്ട്. വൈപ്പർ യൂണിറ്റ് വരുന്നുണ്ട്. അതും ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഒരു സ്കോഡ കുഷാക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ നേരെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡായിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. നേരെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ടൂൾ കിറ്റാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. സോ നമുക്ക് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ നമുക്ക്
സ്പെയർ വീല് നേരെ താഴെ കൊടുത്തുള്ളത്. സബ് വൂഫർ ഈ ഒരു പോർഷനിലാണ് വന്നുള്ളത് സ്പെയർ വീലിൻ്റെ ഭാഗത്ത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് ഇതിന് സെക്കൻഡ് റോയിൽ കൊടുത്തുള്ളത്. സെക്കൻഡ് റോള് അത്യാവശ്യം ഫീച്ചേഴ്സ് വന്നിട്ട്. സോ നമുക്ക് സെക്കൻഡ് റോ കുറിച്ച് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. സോ മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റ് യൂണിറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് വെക്കാം. സോ ഇതാണ് ഓവറോൾ ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത്. സോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ സ്ട്രൈറ്റ് വേ ഡ്രൈവിംഗ് ക്യാബിൻ കണ്ടിട്ട് വരാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു പ്രീമിയം ഫീലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡുവൽ ടൺ കളർ നമുക്ക് പറയാൻ സാധിക്കും. ഇൻറ്റീരിയർ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും, ഒരു ബീച്ച് കളറും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ സാധിക്കും. സോ സ്ട്രൈറ്റ് അവേ ഡോർ പേർന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും ഒരു ഡുവൽ ടൺ കളേഴ്സ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോ കൺട്രോൾ സ്വിച്ചിൽ കാണാൻ സാധിക്കും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്കും അൺലോക്കും ഹാൻഡിലും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും നമുക്കവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു കുഷാക്ക് എന്നുള്ളൊരു സ്കഫ് പ്ലേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ നേരെ ഈ ഒരു പോർഷനിൽ പോവുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് കൺട്രോളിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തില്. ഒരു ജെന്മർ വെഹിക്കിളാണ്. ഇപ്പോൾ ജർമ്മനിയിലെ എല്ലാ വെഹിക്കിൾസിനും ഈ ഒരു പോർഷനിലാണ് ഹെഡ്ലൈറ്റ് കൺട്രോളിങ് വരുന്നത്. ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണാൻ സാധിക്കും. അതുപോലെ AC വെൻറ്റോളും ഈ ഒരു യൂണിറ്റൊക്കെ അത്യാവശ്യം യുണീക്ക് ഡിസൈനിലാണ് ഈ ഒരു പോർഷനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് നേരെ അകത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. സ്കോഡ കുഷാക്കിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് സ്കോഡ കുഷാക്കിന് കൊടുത്തുള്ളത്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോളിംഗ് യൂണിറ്റും ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ക്ലസ്റ്റർ യൂണിറ്റും ഇത് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ബേസ് മോഡിൽ മുതലേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്ക് ബേസ് മോഡിൽ മുതലേ വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷനിൽ ഹെഡ്ലൈറ്റ് 10 ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. ക്രൂയിസ് കൺട്രോളും ഈ ഒരു പോർഷനിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ വൈപ്പർ കൺട്രോൾ യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റും ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തുള്ളത്. ധാരാളം ഇൻഫർമേഷനും ഭയങ്കര ഒരു മോഡ് ചേഞ്ചിങ് ഉള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഇതിൽ കൊടുത്തുള്ളത്. സോ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് ലേഔട്ടും കൂടെയുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്ലസ്റ്റർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു മീറ്റേഴ്സ്. സോ നമുക്കൊരു RPM മീറ്റേഴ്സ് കാണാൻ സാധിക്കും. സ്പീഡോമീറ്ററും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഹീറ്റ് ഗേജും ഫ്യൂവൽ ഗേജും ഈ ഒരു സൈഡ് പ്രൊഫൈലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ. സോ നേരെ സെൻട്രൽ കൺസോളിൽ ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കൺവീറ്റി ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലേ എല്ലാ കൺവീറ്റിയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺട്രോളിങ് യൂണിറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ചെയ്യാനുള്ള ബട്ടനും വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ 2ഉം കൊടുത്തിട്ടുള്ളത്. വെന്റിലേറ്റഡും ഹീറ്റഡും കൂടിയാണ് ഈ ഒരു സീറ്റ് ഫ്രണ്ടിലത്തെ. ഹസാർഡ് ലാമ്പ് അതുപോലെ പാസഞ്ചറിലെ കൺട്രോളിങ് യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട് വിത്ത് എയർ കെയർ. സോ നമ്മളെ കാറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എയർ കെയർ എന്ന് പറയുന്നത്. അതും ഒരു പ്ലസ് പോയിൻ്റാണ് എടുത്ത് പറയാൻ സാധിക്കും. 2 സീ പോർട്ട് കാണാൻ സാധിക്കും. ചാർജിങ് സോക്കറ്റ്, ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത്. 12 വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. ഒരു 8 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് 1.5 ലിറ്ററിൽ വരുന്നത്. സോ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു കീ വരുന്നത്. ലോക്കും അൺലോക്കും പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന ഒരു ബട്ടണും നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു ഫ്ലിപ്പ് കീയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി എമർജൻസി സിറ്റുവേഷനിൽ ബാറ്ററി ഡൗൺ ആവേ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം നമുക്ക് കാർ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മാനുവൽ കീ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു മാനുവൽ കീ വന്നിട്ടുള്ളത്. അത് വെക്കാനുള്ള ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ്, അതിൽ സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഗ്ലൗ ബോക്സ്, കൂളബിൾ ഗ്ലൗ ബോക്സാണ് കൊടുത്തുള്ളത്. നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഓട്ടോ ഡിമ്മിങ് ആയ റിയർവ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ്, ജസ്റ്റ് പോക്കറ്റ് ഹോൾഡർ കാണാൻ സാധിക്കും. ഇവിടെ മിറർ വന്നിട്ടുണ്ട്.
സോ റീഡിങ് ലാംപ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺറൂഫ് ബേസ് മോഡൽ മുതലേ സൺറൂഫ് വരുന്നുണ്ട്. സോ ബേസ് മോഡൽ നമുക്കൊരു സിംഗിൾ പാൻ സൺറൂഫാണ് വരുന്നത്. ഇത് ടോപ്പിൻ്റെ കാരണം നമുക്കിവിടെ ഒരു പാനോറമിക് സൺറൂഫും കൂടി വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു സൺറൂഫാണ് വന്നിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു പാനോറമിക് സൺറൂഫാണ്. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് വന്നുള്ളത്. നമുക്ക് നേരെ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. 1 ടച്ചിൽ കൺട്രോൾ ചെയ്യണ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഫീച്ചേഴ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ സ്കോഡ കുഷാക്കിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു വെഹിക്കിളിന് വന്നുള്ളത്. കണ്ടോ, ഈ ഒരു സീറ്റ് കണ്ടാൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണെന്ന് തോന്നും, പക്ഷേ ഇതിൽ വെന്റിലേറ്റർ ഉള്ള വേറൊരു ഫീച്ചറാണ് ഞാൻ പറയുന്നത്. സോ നമുക്കിത് അകത്തോട്ട് കയറുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് ഒരു ഡോൾട്ടൺ കളറിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പവറിൻ്റെ കൺട്രോൾ കാണാനായിട്ട് സാധിക്കും. സ്റ്റോറേജ് സ്പേസും സ്പീക്കറും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ സോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആ ഒരു സെക്കൻഡ് റോ ആണ് സ്കോഡ കുഷാക്കിന് വന്നുള്ളത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫയൽ പോക്കറ്റ് കാണാൻ സാധിക്കും. അതിലൊരു ഫോൺ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്, AC വെൻറ്റുകളും കൊടുത്തിട്ടുണ്ട്, താഴെ ഉണ്ട് സീപോർട്ട് ചാർജിങ് സോക്കറ്റ്. സോ ഇതിൻ്റെ സീറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ മസാജിങ് സീറ്റാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നുള്ളത്. സോ എനിക്കത് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് മസാജിങ് സീറ്റ്. കണ്ടോ, ഇപ്പം ഞാൻ മസാജിങ് സീറ്റ് ഓണാക്കി ഇട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഉണ്ട്, ബാക്കിൽ മസാജ് ചെയ്യുന്നതുകൊണ്ട് കണ്ടോ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫീൽ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാറിലെ മസാജിങ് സീറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറും കൂടിയാണ് ഒരു മസാജിങ് സീറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് പേഴ്സണലി 2 പേർക്കും മസാജിങ് സീറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. 2 കൺട്രോളിങ് ബട്ടൺസാണ് ഈ 2 പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. സോ ബാക്കിൽ നമുക്കൊരു ലോങ് ഡ്രൈവ് പോകണമെന്ന് 3 പേർക്ക് കംഫർട്ടബിളി യാത്ര ചെയ്യാം. സോ 2 പേരാണെന്നുണ്ടെങ്കിൽ മസാജ് സീറ്റ് ഓണാക്കിയിട്ടിട്ട് ഈ ഒരു ഹാൻഡ് റെസ്റ്റിൽ കൈ വെച്ച് നമുക്ക് ലോങ് ഡ്രൈവ് പോവാം. സോ ഒരു പാനോറമിക് സൺറൂഫുള്ള കാരണം നമുക്കൊരു ചിൽ മൂഡായിരിക്കും യാത്ര ചെയ്യുന്ന സമയത്ത്. അത്യാവശ്യം വലിയ വിസിബിലിറ്റി ഉള്ള ഒരു സൺറൂഫാണ് സ്കോഡ കുഷാക്കിന് വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത്. സോ സെക്കൻഡിൽ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ആ ഒരു സ്പേസസ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ. ലെഗ് റൂമായാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു ഫീച്ചേഴ്സ്. സോ ഇനി എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ എൻജിൻ അവൈലബിൾ ആണ്. ഒരു 1 ലിറ്ററും 1.5 ലിറ്ററും എൻജിൻ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1 ലിറ്റർ ടർബോ TSI പെട്രോൾ എൻജിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു 4 സിലിണ്ടർ വെഹിക്കിളാണ്. അറൗണ്ട് 150 bhp പവറും 170 ന്യൂട്ടൺ ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. 6 സ്പീഡ് മാനുവലും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേ എന്ന് പറയുന്നത്. സോ നമുക്കൊരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. ഡ്യുവൽ കച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്കിതിൽ 1.5 ലിറ്റർ എടുക്കുന്ന ആൾക്ക് അതും ലഭിക്കുന്നതാണ് ഈ ഒരു എൻജിൻ കിട്ടുന്ന സമയത്ത്. സോ ഇതാണ് ഓവറോൾ ഒരു എൻജിൻ ബേ വരുന്നത്. സോ ഫൈനലി ഇതാണ് സ്കോഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റഡ് മോഡൽ. സോ വീഡിയോ ഇഷ്ടപ്പെടുത്താൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുക. ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇതിൻ്റെ റിയർ സീറ്റാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സോ കൂടുതൽ ഡീറ്റെയിൽസും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. സോ സൈനിങ് ഓഫ് ഫ്രം ഷാൻസിയർ സ്കോഡ കുഷാക്ക് ഫേസ് അപ്ഡേറ്റഡ് വീഡിയോ. സോ സീ യു ഗൈസ്.